ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും എന്തൊരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കല്യാണിയും പിന്നെ കാർത്തികയും കാദംബരിയും കൂടെ ഐസിയുനുള്ളിൽ കയറി നിൽക്കുക. എന്നിട്ട് പ്രകാശിനെ കണ്ടുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ കല്യാണിയാണെങ്കിൽ ഭയങ്കര കരച്ചില്ല. എന്നിട്ട് അവസാനമായിട്ട് ഞാൻ കാണുമ്പോൾ അച്ഛൻ അമ്പലത്തിൽ രാമായണം വായിക്കുമായിരുന്നു. അത് കേട്ടതും കല്യാണി, നിനക്ക് ഓർമ്മയുണ്ടോ കുഞ്ഞുനാളിൽ രാമായണ മാസം വരുമ്പോൾ നീ രാമായണം വായിക്കും. ആ സമയത്ത് നിന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന വിളക്ക് ഊതിക്കെടുത്താറുണ്ട് അച്ഛൻ. അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടോ? അതുപോലെ എത്രയോ കാര്യങ്ങൾ അച്ഛൻ ചെയ്തിരിക്കുന്നു ചേച്ചി. പക്ഷേ അതിനൊക്കെ പ്രായശ്ചിത്തമായിട്ട് ഇനി അച്ഛനോട് നമ്മൾ ഒന്നും ഇതാക്കിയിട്ട് കാര്യമില്ല. ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അച്ഛൻ മാറി ചേച്ചി, എനിക്ക് ആ വിശ്വാസമുണ്ട്. പോളെ, എനിക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം വിക്രം പുറത്തിറങ്ങും. ഇനി വിക്രത്തിന് വേണ്ടി അഭിനയിക്കുവാണോന്നൊന്നും നമുക്കറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. എന്തായാലും ബോധം വരട്ടെ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ മൂന്നുപേരും കൂടെ പുറത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് രൂപയെയും പിന്നെ ദീപയെയാണ് കാണിക്കുന്നത്. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ദീപേ, നിനക്ക് കുഞ്ഞുനാൾ മുതൽ പ്രകാശിനെ കല്യാണം കഴിച്ചപ്പോൾ മുതലേ അയാളുടെ കൂടെ ജീവിച്ച് മടുത്തു. അതുകൊണ്ട് അയാളോടുള്ള വെറുപ്പ് ഇപ്പോഴും മനസ്സിൽ നിന്നും പോകാത്തത്. എന്തായാലും ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ അയാളെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. എനിക്ക് തോന്നുന്നില്ല രൂപേ, എന്തൊക്കെയായാലും ഇതൊക്കെ അഭിനയമാണോ സത്യമാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ എന്ത് ചെയ്യാനാ, പക്ഷേ പ്രകാശിന് മാറ്റമുണ്ടതാ കല്യാണി മോളുടെ വിശ്വാസം. അതുകൊണ്ടാണ് കല്യാണി മോള് എന്തസുഖം വന്നാലും ഓടിയെത്തുന്നത് എന്നൊക്കെ പറയാം. മോളെങ്ങനെയാണ്, മോളെ ആരൊക്കെ ഉപദ്രവിച്ചാലും അവരെയൊക്കെ സ്നേഹിക്കും. അവരോട് സ്നേഹം അഭിനയിക്കുകയല്ല എൻ്റെ മോള്, സ്നേഹിക്കുക. ആ സ്നേഹമൊക്കെ എൻ്റെ മോക്കാരും തിരിച്ചു കൊടുക്കാനില്ല. ആകെ ഉണ്ടായിരുന്നത് കിരൺ സാറും രൂപയും പിന്നെ ചന്ദ്രസേനൻ സാറും ഒക്കെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കിരൺ വരിക. കിരൺ വന്നതും എന്തായി മോനെ കാര്യങ്ങളൊക്കെ? അയാളിപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, ICUലാണ്. എന്താ കാര്യം? അത് ശ്വാസം മുട്ട് വന്ന് നെഞ്ചിൽ കഫം കെട്ടി ന്യൂമോണിയായി, സീരിയസ് ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ദീപ ഞെട്ടി. മോനെ, നിനക്കറിയോ ഇപ്പോഴും ദീപയ്ക്ക് സംശയമാണ് പ്രകാശനെ. ഈ കാര്യങ്ങളൊക്കെ പ്രകാശനെ അഭിനയിക്കുകയാണോ എന്നുള്ള തോന്നൽ. ഡോക്ടർ ഒരിക്കലും കള്ളം പറയില്ലല്ലോ അമ്മേ. അതുകൊണ്ട് അയാൾക്ക് അസുഖം എന്നുള്ളത് സത്യം തന്നെയാണ്. ശരി മോനെ, ആയിക്കോട്ടെ. പക്ഷേ വിക്രം പരോളിന് ഇറങ്ങുമെന്നും വിക്രത്തിന് വേണ്ടിയാണ് അയാൾ ഇതൊക്കെ ചെയ്യുന്നതെന്നും മോൻ എന്നോട് പറഞ്ഞില്ലേ? അത് കേട്ടതും അത് ശരിയാണ്, അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. പക്ഷെ എന്ന് കരുതി പ്രകാശനെ മൊത്തത്തിൽ അങ്ങ് സംശയിക്കേണ്ട. അയാളുടെ മാറ്റം സത്യസന്ധം തന്നെയാണ്. അസുഖം പിടിച്ച് അയാൾ കിടന്നപ്പോൾ കല്യാണിയാണ് ഫോൺ വിളിച്ചത്. പിന്നെ കല്യാണിയും റൂമിലിരുന്നുകൊണ്ട് ഓഫീസ് റൂമിലിരുന്നുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പ്രകാശിന് എന്തൊക്കെയോ ആപത്ത് സംഭവിക്കാൻ പോകുന്നെന്നും പറഞ്ഞ് പ്രകാശിനെ കുറിച്ച് തന്നെ ആലോചിക്കുമായിരുന്നു. കല്യാണിയുടെ മനസ്സിലേക്ക് കടന്നു വന്നായിരുന്നു അച്ഛൻ നല്ലവനായി, അച്ഛൻ ഇനി ഒരു മാറ്റവും ഉണ്ടാവില്ല, അച്ഛൻ പഴയതുപോലെയല്ല എന്നൊക്കെ. അങ്ങനെ ഓർത്തോണ്ടിരിക്കുമ്പോഴാണ് കല്യാണിക്ക് ഫോൺ കോൾ എത്തിയത്. ഫോൺ കോളിൽ അച്ഛന് തീരെ വയ്യ മോളെ എന്നും പറഞ്ഞുകൊണ്ടായിരുന്നു കരച്ചിൽ. അത് കേട്ടതും ഓടിച്ചെന്ന് കല്യാണി താങ്ങിയെടുത്ത് കാറിൽ കിടത്തി ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു. ഇപ്പോൾ ICUവിൽ 3 പെൺമക്കളും ഉണ്ട് അയാളുടെ ICUവിന് മുൻപിൽ. അത് കേട്ടതും ഈശ്വര, കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്ന ഒരു പിടിയില്ല. അയാൾ അഭിനയിക്കുവാണോ, വിക്രത്തിന് വേണ്ടി എൻ്റെ മക്കളെ കൊല്ലാൻ വേണ്ടി ഓരോന്ന് ചെയ്യുവാണോ എന്നൊന്നും അറിയില്ല മോനെ. ഇല്ലമ്മേ, അങ്ങനെ ഒരു പേടി അമ്മയ്ക്ക് വേണ്ട. വിക്രത്തിന് വേണ്ടി അയാൾ അഭിനയിക്കുന്നതല്ല, അയാളുടെ മാറ്റം സത്യസന്ധത തന്നെയാണ്. അമ്മൂമ്മ മാറിയില്ലേ, അതുപോലെ അയാളും മാറി. സ്വന്തം മോൻ്റെ കാല് തല്ലി ഓടിച്ചില്ലേ, അതുപോലെ അയാളും സ്വന്തം മോൻ്റെ തല വെട്ടും, അത് ഉറപ്പാണ്. ഇപ്പം അയാളുടെ മനസ്സ് മുഴുവനും തൻ്റെ പെൺമക്കളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ആ പെൺമക്കൾ നന്നായിട്ട് ജീവിക്കണം, ആ പെൺമക്കൾക്ക് ഒരാപത്ത് സംഭവിക്കരുത്, ആ പെൺമക്കളുടെ നാശത്തിന് കാരണമായവനെ കൊല്ലണം എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. വിക്രത്തെ സ്നേഹിച്ചതൊക്കെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പം ആ വിക്രത്തിനോട് ആത്മാർത്ഥതയായിട്ടുള്ള സ്നേഹമില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവനെ കൊല്ലുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എല്ലാം അവൻ പുറത്തിറങ്ങിയിട്ടേ അറിയാൻ പറ്റൂ. ഇപ്പം തന്നെ നമുക്ക് കാര്യമൊന്നും തീരുമാനിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദീപ ഇങ്ങനെ വാശിയായിട്ട് തന്നെ ഇരിക്കും. ഈ സമയം കണ്ടോ മോനെ, ദീപയ്ക്ക് ഇപ്പോഴും വാശിയാണ്. കാരണം സ്വന്തം മോനെ വെറുക്കുന്നുണ്ട് ദീപ അത്രയ്ക്ക്, അതുപോലെ ദീപയുടെ ഭർത്താവിനെയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം കിരൺ, അമ്മേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അസുഖം ബാധിച്ച് സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാൾ സ്വന്തം മോനരികിലേക്ക് പോകില്ലമ്മേ. ആ ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്.
അയാൾ കല്യാണിയുടെ മടിയിൽ കിടന്നുകൊണ്ട് തന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. പോകുമ്പോഴെല്ലാം പറഞ്ഞത്, എൻ്റെ മോള്, എൻ്റെ കല്യാണി മോള്, അവൾക്കൊരാപത്ത് സംഭവിക്കരുത്, അവളെ കാത്തോളണേ ഈശ്വരന്മാരെ, അവളോട് ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് പോയത്. അതൊക്കെ കേട്ടപ്പോൾ സത്യം പറഞ്ഞ സഹതാപം തോന്നി. അതൊന്നും വിശ്വസിക്കേണ്ട മോനെ, അതൊക്കെ വെറും അവരുടെ അടവാ. അയാൾ ഒരിക്കലും ഇല്ലമ്മേ, അയാളുടെ അഭിനയമാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണകത്തേക്ക് പോവുക. ഈ സമയം ദീപേ, ഒരു കാര്യം ഞാൻ പറയാം. ഒരാൾ ആപത്ത് സംഭവിച്ച് കിടക്കുമ്പോൾ അയാളോട് വാശിയും വൈരാഗ്യം കാണിച്ചുകൊണ്ട് നിൽക്കണ്ട. എന്തായാലും പോയി ഒന്ന് അയാളെ കണ്ടേരെ. ശരി കിരണിൻ്റെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപയും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് ജയിലിനകത്ത് കാണിക്കുന്ന വിക്രമും രാഹുലും ഗംഗാപ്രസാദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എടാ, നീ പരോളിന് ഇറങ്ങാൻ പോവല്ലേ? പരോളിന് ഇറങ്ങിയിട്ട് കാര്യമൊന്നുമില്ല ചേട്ടാ, പുറത്ത് ഓണം ആഘോഷിക്കാൻ ആരുമില്ല. ആകെ ഉള്ളത് അച്ഛൻ. എടാ, അച്ഛൻ്റെ കാര്യം നീ പറയണ്ട, അയാളെ ഇപ്പം നമ്മുടെ കൂടെയല്ല, അവരുടെ കൂടെയാണ്. എനിക്ക് അങ്ങള് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നൊന്നുമില്ല. കാരണം അച്ഛന് ഒരിക്കലും എന്നെ മറക്കാൻ കഴിയില്ല, എന്നെ വിട്ടുകളയാനും പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? അത് കേട്ടതും എൻ്റെ ദൈവമേ, ഞാൻ പറയുന്നത് സത്യമാണ്. ആ ചന്ദ്രസേനന് രൂപയെ മരിക്കേണ്ടതായിരുന്നു. അവൻ ഒറ്റൊരുത്തൻ കാരണം എൻ്റെ പ്ലാനുകളെല്ലാം തകർന്നു പോയത്. അത് ചിലപ്പോൾ അങ്ങളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം. എന്നാൽ ഒരിക്കലും അച്ഛനെ എന്നെ തള്ളിക്കളയാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ബന്ധമേ അതെ പൊക്കിൾ കൊടിയേക്കാളും വലിയ ബന്ധമാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ ഇരിക്കുക. നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എടാ, പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ പ്ലാനുകളൊന്നും നിൻ്റെ രഹസ്യങ്ങളൊന്നും നീ നിൻ്റെ അച്ഛനോട് പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അത് നിനക്ക് തന്നെ ആപത്തായിട്ട് മാറും. പക്ഷെ അങ്ങളെ ഒരിക്കലും അങ്ങനെ എൻ്റെ അച്ഛൻ ചെയ്യില്ല. പോയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അച്ഛനേ ഉള്ളൂ, അച്ഛൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂ. എടാ, ഞാൻ എൻ്റെ അച്ഛന് നല്ലൊരു വീടെടുത്ത് കൊടുത്തിട്ടാണ് വന്നത്. അതുകൊണ്ട് നിനക്ക് അവിടെ താമസിക്കാം. എനിക്ക് താമസിക്കാനൊരിടം കിട്ടിയാൽ മതി. അവിടെ ഇരുന്ന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ ഇങ്ങനെ ഗൂഢാലോചന നടത്തുക. അപ്പോൾ നമ്മുടെ രാഹുൽ, അതെ, ഈ ചെന്നൈ കിടന്ന് പഠിച്ച പണി 18 പയറ്റി തെളിയിച്ചവനാ ഈ ഗംഗാപ്രസാദ്. എന്നിട്ട് അവനെ കൊണ്ട് കിരണിനെയോ കല്യാണിയോ ഒതുക്കാൻ പറ്റിയില്ല. പിന്നെയാണ് നീ. എടാ വിക്രമ, ഞാനൊരു കാര്യം പറയാം. നീ എന്തൊക്കെ വിചാരിച്ചാലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ അങ്ങളെ ഇങ്ങനെ നെഗറ്റീവ് കാര്യങ്ങൾ പറയാതെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും പറ. എന്നാലല്ലേ മനുഷ്യൻ്റെ മനസ്സിന് ധൈര്യം കിട്ടും. ഇതിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോവാന്ന് പറയുമ്പോൾ തന്നെ അങ്ങള് തുടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ദേഷ്യപ്പെടും. അത് കേട്ടോ, ഞാനൊന്നും പറയാനില്ല, നീ എന്തായാലും ധൈര്യമായിട്ട് ചെല്ല്. പക്ഷെ നിൻ്റെ അച്ഛനെ വിശ്വസിക്കരുത്, അത്രയും ഞാൻ പറയും. ഞാനൊന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. ആ കല്യാണിയെ തീർക്ക് ഞാൻ. അവളെ കൊന്നിട്ട് എനിക്ക് വീണ്ടും ജയിലിലേക്ക് തിരിച്ചു വരണം. ആ കല്യാണി, അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അവളാണ് എല്ലാത്തിനും കാരണം. അവളെപ്പോലൊരു ലോകദുഷ്ട ഈ ലോകത്ത് വേറെയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ദേഷ്യപ്പെടുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. നമ്മുടെ കിരൺ ഉമ്മറത്ത് വന്നിരുന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സരയു മുമ്പ് നടന്ന കാര്യങ്ങളൊക്കെ മുകളിൽ നിന്നും കിരണിനെ നോക്കി ആലോചിക്കുകയാണ്. അന്ന് കിരൺ എന്തോ സമ്മാനം മേടിച്ചു കൊടുത്തു. എടാ, ഇതിൻ്റെ വില ഒരുപാടായില്ലേ? അതെ, വില ഒരുപാടാ. നീ വില നോക്കിയല്ലേ സ്നേഹം അളക്കോ? അതെ, നീ മേടിച്ചു തരുന്ന സമ്മാനത്തിന് വില അധികമാണെന്ന് എനിക്ക് തോന്നണം, എന്നാലേ എനിക്ക് സന്തോഷമാവും. എനിക്കിഷ്ടപ്പെട്ടു. ഈ സാധനം കൊണ്ട് അമ്പലത്തിൽ വെച്ച് പൂജിക്കണമെന്ന് ആൻറ്റി പറയുന്നത്. പിന്നെ എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. നീ എന്താ സറിയോ ഇങ്ങനെ എന്നും കിരൺ. അതേടാ, ഞാൻ അങ്ങനെയാ. നീ മേടിച്ച നീ സമ്മാനത്തിന് വിലയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് നിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും എന്നും കിരണിനോട് സരയു പറഞ്ഞതും. പിന്നൊരു ദിവസം കമ്പനിയിൽ വെച്ച് കല്യാണിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സരയുവിനെ കണ്ടെന്ന് കല്യാണി തലകുനിച്ച് പോയപ്പോൾ കല്യാണിയെ വീഴ്ത്താൻ നോക്കിയ സരയുവിൻ്റെ മുൻപിൽ വെച്ച് തന്നെ കല്യാണിയെ താങ്ങിപ്പിടിച്ചതും ഒക്കെ എല്ലാം ഒന്നൊന്നും വിട്ടുപോകാതെ സരയുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. എന്നിട്ട് സരയു കിരണിനോട് ആലോചിക്കുകയാണ്, കിരണിനെ നോക്കി ആലോചിക്കുകയാണ്. എത്ര സന്തോഷത്തോടെ ഞാനും അവനും ജീവിക്കേണ്ടതാ. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അവൻ്റെയും എൻ്റെയും കുഞ്ഞിനെയും സന്തോഷത്തോടെ നോക്കായിരുന്നു. അവനിന്ന് കല്യാണിയുടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരുന്നാനായിരുന്നു. എൻ്റെ കുഞ്ഞിന് നല്ലൊരു അച്ഛനും എനിക്ക് നല്ലൊരു ഭർത്താവിനെയും കിട്ടിയാനായിരുന്നു. എല്ലാത്തിനും കാരണക്കാരി അവളാ, ആ കല്യാണി. ഞാൻ MD ആയിരിക്കേണ്ടടുത്ത അവൾ MD ആയിരിക്കുന്നത്. സമ്മതിക്കില്ല, വിട്ടുകൊടുക്കില്ല ഞാൻ. അത്രയ്ക്ക് സങ്കടമുണ്ട്. എല്ലാം കൊണ്ടും ഞാൻ തകർന്നു. ഇനി ഒരൊറ്റെണ്ണത്തിനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാവരും കൂടെ എന്നെ തകർക്കാൻ നോക്കുക. ഇല്ല, എനിക്ക് കിട്ടേണ്ടതൊക്കെ തട്ടിയെടുത്തതവളാ അവളെ ഞാൻ കൊല്ലും എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ സരയും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി ചെല്ലുക. അപ്പോൾ ശാരി, മോളെ എന്താ അമ്മേ എന്നും ചോദിക്കുക. ഭക്ഷണം വിളമ്പിച്ചിട്ടുണ്ട്, കഴിക്കാൻ മോളെ. വേണ്ട, കഴിച്ചോ എന്നും സരയുവിൻ്റെ മുഖഭാവം അങ്ങ് മാറി. അതെന്താ മോളെ അങ്ങനെ?
ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുകയല്ലേ, പിന്നെ മോളെന്താ വേണ്ടാന്ന് പറയുന്നേ? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ നിർബന്ധിക്കുന്നത്? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അങ്ങ് കഴിച്ചോളണം, അല്ലാതെ എന്നെ നിർബന്ധിക്കരുത്. മോളെന്താ എൻ്റെ മുൻപിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടും മനോഹരൻ്റെ മുൻപിൽ ചിരിച്ചും കളിച്ചുമൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ മനസ്സിൽ ദേഷ്യങ്ങൾ ഒരുപാടുണ്ട്. അതെല്ലാം അടക്കി വെച്ച് ഞാൻ മനുവേട്ടൻ്റെ മുൻപിൽ സന്തോഷം അഭിനയിക്കുക, മനസ്സിലായല്ലോ? മോളെ ഞാനൊന്നും ഒരു ഇരുമ്പ് വടി വെച്ചിട്ടില്ലേ, അതെന്തിനാ? അതോ അപ്പുറത്തെ ശല്യങ്ങളും ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാലേ അവരുടെ തലക്കടിക്കാൻ. എനിക്ക് തോന്നുന്നു അതിനല്ല മോളത് അവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാന്ന് എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സറി ദേഷ്യപ്പെടുക. മോള് വല്ല സത്യങ്ങൾ അറിഞ്ഞോ? എന്ത് സത്യം? ഞാനും എൻ്റെ മനുവേട്ടനും അമേരിക്കയിലേക്ക് പോകാൻ പോവുക. അതിനു മുമ്പ് എൻ്റെ ശത്രുക്കളെ ഞാൻ തീർക്കും. അല്ലെങ്കിലും ഇവിടുത്തെ ഫുഡൊക്കെ ഇനി ഒഴിവാക്കണം, എന്നാലല്ലേ അവിടെ പോയി നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും ഇങ്ങനെ ദേഷ്യപ്പെടുന്നൊക്കെ. മോളെവിടെ പോവുക? ഞാൻ ഒരിടം വരെ പോവുക. എവിടെ പോവുകയാണെന്നൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ല, പിന്നെ കുഞ്ഞ് കരയാതെ നോക്കിക്കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് സരയും അങ്ങ് പോവുകയാണ്. ഈ സമയം ശാരി, ഈശ്വര ഇവളെന്താ ഇങ്ങനെ, എന്നോട് എന്തിനാ ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിനു വേണ്ടും അവളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അവളെ സ്നേഹിക്കുകയല്ലേ ഉള്ളൂ, സ്നേഹിക്കുകയേ ചെയ്തുള്ളൂ, എന്നിട്ടും അവൾ എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതില്ല, എനിക്ക് സങ്കടം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ശാരി ഇരുന്ന് കരയുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഒരു ഓർഫനേജിലാണ്. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞു, നിങ്ങളുടെ കഴുത്തിൽ താലിയും ഉണ്ട്, നിങ്ങൾ കുഞ്ഞിൻ്റെ അമ്മയല്ലേ? അതെ. എന്നിട്ട് പിന്നെ കുഞ്ഞിനെ ഈ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കണമെന്ന് എന്തിനാ പറയുന്നത്? അത് ശരിയല്ല. അമ്മയും അച്ഛനും ഇല്ലാത്ത കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഏറ്റെടുക്കുന്നത്. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആ കുഞ്ഞിനെ ഞങ്ങൾ ഏറ്റെടുക്കില്ല. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കണോ? പ്രസവിച്ചാൽ മാത്രം പോരാ, അതിനെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കണം. കഴുത്തിൽ താലിയൊക്കെ ഉള്ളതുകൊണ്ട് ഭർത്താവ് കൂടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെയുള്ളപ്പോൾ എന്തിനാ ആ പാവപ്പെട്ട പെൺകുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിക്കുന്നത്? അത് തെറ്റാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഞാനൊരു ജോലി തരപ്പെടുത്തി തരാം. പക്ഷെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, അതിന് നിങ്ങളോ നിങ്ങളുടെ ഭർത്താവും മരിക്കണം എന്നും ആ ഓർഫണേജിൽ അവർ പറയുക. അതെന്താ മാഡം? വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, എൻ്റെ കുഞ്ഞിനെ നോക്കാനുള്ള ഗതിയില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ജോലി തരപ്പെടുത്തി തരാമെന്ന്. പക്ഷെ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറ്റില്ല. ഇത്രയും കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ കുഞ്ഞിനോട് ദ്രോഹം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ശരിയല്ല. വയസ്സിൽ എന്നെക്കാളും ചെറിയതായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുക, ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആ കുഞ്ഞൊരു പാവമല്ലേ, എന്ത് പഴിച്ചു? ഈ ഭൂമിയിലേക്ക് നിങ്ങളുടെ കുഞ്ഞായി വന്ന് ജനിച്ചതാണോ അത് ചെയ്ത ഏറ്റവും വലിയ പാപം? പക്ഷേ ഒരിക്കലും ഒരു മക്കളോടും ഒരമ്മമാരും ഇങ്ങനെ ചെയ്യരുത്. പറ്റുമെങ്കിൽ അതിനെ പൊന്നുപോലെ നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ ഉപദേശിക്കുകയാണ്. ഇത് കേട്ടതും നമ്മുടെ സരീനാകെ സങ്കടമായി കണ്ണുനീർ തുടച്ച് സരി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. അപ്പോൾ അവർ ആലോചിക്കുക, കഷ്ടം, ഇന്നത്തെ കാലത്ത് മക്കളില്ലാതെ എത്ര പേര് കരയുന്നു. ഇത് മക്കളുണ്ടായിട്ടും നോക്കാൻ ഗതിയുണ്ടായിട്ടും അതുങ്ങളെ കൊണ്ട് അനാഥാലയത്തിൽ തള്ളി പോകുന്ന ചില തള്ളമാരുണ്ട്. ഇവരെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവരിങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ്. പ്രകാശൻ കണ്ണു തുറന്നു. അപ്പോൾ നമ്മുടെ ഡോക്ടറോട് പ്രകാശൻ ചോദിക്കും, ഞാനിത് എവിടെയാണ് ഡോക്ടറെ? ഹോസ്പിറ്റലല്ല, എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നേ? മോളും മരുമോനും കൂടിയാണ് കൊണ്ടുവന്നത്. എനിക്ക് എന്താ ഡോക്ടറെ അസുഖം? അത് ചുമച്ച് നെഞ്ചത്ത് കഫം കൂടി ന്യൂമോണിയ ആയതാ. അത് കേട്ടത് പ്രകാശൻ ഞെട്ടി. പേടിക്കണ്ട, നിങ്ങളുടെ മക്കളൊക്കെ പുറത്ത് നിൽപ്പുണ്ട്. ഉണ്ടോ? എനിക്ക് അവരെ ഒന്ന് കാണണം ഡോക്ടറെ, എനിക്കവരെ കാണണം. ഇപ്പം ഇത് വിസിറ്ററെ ഒന്നും അനുവദിക്കാൻ പാടില്ല, പക്ഷെ താനൊരാഗ്രഹം പറഞ്ഞല്ലേ, അതുകൊണ്ട് കണ്ടോ. പക്ഷെ കൂടുതലൊന്നും സംസാരിക്കരുത് കേട്ടോ. ശരി ഡോക്ടറെ. അപ്പോഴേക്കും നമ്മുടെ ഡോക്ടർ പുറത്തേക്ക് വന്നു. അതെ, ഇപ്പോൾ അച്ഛന് കണ്ണു തുറന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ദിവസം മുഴുവനും അച്ഛനെ നന്നായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. പിന്നെ അറിയാലോ, ന്യൂമോണിയ ബാധിച്ച ഒരാളാണ്, സീരിയസ് ആയിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ലെങ്കിലും പെട്ടെന്നായിരിക്കും നില വഷളാകുന്നത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചേ മതിയാവും. എന്തൊക്കെ സംഭവിച്ചാലും നമ്മളൊന്ന് സൂക്ഷിക്കണം, കേട്ടല്ലോ. പിന്നെ നിങ്ങളെ കാണണമെന്നാണ് പറയുന്നത്. നിങ്ങളെ കാണണമെന്നും പറഞ്ഞ് വാശി പിടിക്കുക. വിസിറ്ററെ അനുവദിക്കാൻ പാടില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഒരാഗ്രഹം പറഞ്ഞല്ലേ. ഇതുപോലുള്ള രോഗികൾ പെട്ടെന്ന് അസുഖം കൂടുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർ പോലും തോറ്റുപോയൊരു രോഗം ഇത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങ് പോവുക. ഈ സമയം ചേച്ചി നമുക്ക് പോയി കണ്ടാലോ ചേച്ചി, അച്ഛന് സീരിയസ് എങ്ങാനും ആയോ എന്നാ ചെയ്യും ചേച്ചി എന്നും. കല്യാണി, ശരി മോളെ പോകാം, അയാൾ ചെയ്ത പാപങ്ങളൊക്കെ അയാൾ ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ വീടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയും കാദംബരിയും പിന്നെ കല്യാണിയും കൂടെ മാസ്ക് വെച്ചിട്ട്
അകത്തേക്ക് ചെല്ലുക. ഈ സമയം പ്രകാശിൻ്റെ കിടപ്പ് കണ്ട് കല്യാണിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ചങ്ക് നീറുന്ന വേദനയാണ്. ഇത്രയും നാളും തന്നെ വെറുത്തൊതുക്കിയെങ്കിലും ആ അച്ഛൻ്റെ ആ കിടപ്പും അവസ്ഥയും കണ്ടപ്പോൾ കല്യാണിക്ക് സഹിച്ചില്ല. ഈശ്വര, നമ്മുടെ അച്ഛൻ്റെ കിടപ്പ് കണ്ടോ ചേച്ചി, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി കരയുക. മോളെ, നീ ഇങ്ങനെ വിഷമിക്കാതെ, കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. എന്നാലും ഏത് നിമിഷവും അസുഖം മൂർച്ഛിക്കാന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. ആ ഒരു പേടി എനിക്കുണ്ട് ചേച്ചി. അച്ഛൻ്റെ ആഗ്രഹം പോലെ ഓണസദ്യ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുമോ? അങ്ങനെ കഴിച്ചില്ലെങ്കിൽ അച്ഛന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അത് ദൈവം നമ്മളോട് പൊറുക്കുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കല്യാണി കരഞ്ഞുകൊണ്ടും അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പ്രകാശനാണെങ്കിൽ കണ്ണ് മൂടിയിട്ട് ഇങ്ങനെ കിടക്കുക. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.